അഹാനയ്ക്ക് പിന്നാലെ ദിയ കൃഷ്ണയും ബ്ലോഗിംഗ് തുടങ്ങിയത്. ചെയ്താൽ ശരിയാകുമോ? ആളുകൾ എങ്ങനെ എടുക്കുമൊക്കെ സംശയങ്ങളുണ്ടായിരുന്നു തുടക്കത്തിൽ. അമ്മുവിന് വരുമാനം വന്നു തുടങ്ങിയോടെ ആദ്യം ആശ്ചര്യമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ദിയയും ബ്ലോഗുമായി സജീവമാകുമായിരുന്നു. ജീവിത വിശേഷങ്ങളും റീൽസും ഡാൻസ് വീഡിയോയുമൊക്കെ സജീവമായിരുന്നു ദിയ. തൻ്റെ പ്രണയത്തെക്കുറിച്ചും ബോയ് ഫ്രണ്ടിനൊപ്പമുള്ള വീഡിയോകളെല്ലാം താരപുത്രി പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആയതിനെക്കുറിച്ചും വിശദമായി സംസാരിച്ചു. Q&Aയിലൂടെയും തനിക്ക് വന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയതും. സുഹൃത്തുക്കൾക്കൊപ്പം പുറത്തു പോയപ്പോഴാണ് അശ്വിനെ പരിചയപ്പെടുന്നത്. അന്ന് ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഉടൻ തന്നെ തിരിച്ചു പോയിരുന്നു അശ്വിൻ. ദിയ ആയിരുന്നു ബില്ല് കൊടുത്തത്. പൈസ കൊടുക്കണോ എന്ന് പോലും ചോദിക്കാതെ കടന്നു കളഞ്ഞത് ദിയയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. പിന്നീട് എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ബില്ല് വന്നപ്പോൾ ദിയ മാറി നിൽക്കുകയായിരുന്നു. അന്ന് അശ്വിനായിരുന്നു പൈസ കൊടുത്തത്. ഫ്രണ്ട്സിന് വേണ്ടി കാശൊക്കെ മുടക്കാൻ ഇയാൾക്കറിയാം എന്ന് മനസ്സിലാക്കിയത് അതോടെയായിരുന്നു. കൂടുതൽ അടുത്തപ്പോൾ അശ്വിൻ്റെ ക്യാരക്ടർ മനസ്സിലായി. ബിസിനസ്സിൽ നിന്ന് അപ്രതീക്ഷിതമായി തിരിച്ചടി നേരിട്ട സമയത്ത് അശ്വിൻ്റെ പൂർണ്ണ പിന്തുണ കൂടെയുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിനായി നേരത്തെ കൂടെയുണ്ടായിരുന്നതെല്ലാം സാമ്പത്തികമായി ബാധ്യത തന്നിട്ടേ ഉള്ളൂ. എപ്പോഴും കാശിറക്കാൻ പറയുമായിരുന്നു. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിരുന്നു അശ്വിൻ. ജീവിതത്തിൽ അശ്വിന് മുന്നേ വന്നവരെല്ലാം ഫേക്ക് പ്രോമിസ് ആയിരുന്നു തന്നിരുന്നത്. എൻ്റെ ഫ്യൂച്ചർ പോലും ഇല്ലാക്കി കളഞ്ഞ 2-3 പേർ എൻ്റെ ലൈഫിൽ വന്നു പോയിരുന്നു. രണ്ടുപേരെ വ്യക്തിപരമായി പലർക്കും അറിയാമായിരിക്കും. അവരുടെ പേരൊന്നും മെൻഷൻ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അശ്വിൻ അതൊക്കെ കണ്ടിട്ടുണ്ട്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് അതൊക്കെ കണ്ടിട്ടുള്ളതാണ് ആശാൻ. എന്നെ ഇഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ എന്നോട് പറഞ്ഞിരുന്നു. എനിക്ക് നിന്നെ ഗേൾഫ്രണ്ടായിട്ടല്ല വൈഫായിട്ടാണ് കാണാൻ ഇഷ്ടമെന്ന് പറഞ്ഞിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ വായിൽ നിന്ന് കേട്ടത് ആദ്യമായിരുന്നു. ആരും എന്നോട് അങ്ങനെ പറഞ്ഞിരുന്നില്ല. മുമ്പൊരിക്കൽ ദിയ പറഞ്ഞത്. തൻ്റെ കാര്യങ്ങൾ മാത്രമല്ല ദിയയുടെ കരിയറും വളരുമെന്നും അതിനുവേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് നേരത്തെ തന്നെ അശ്വിൻ പറഞ്ഞിരുന്നു. തൻ്റെ ജോലി ഉപേക്ഷിച്ച് മുഴുവൻ സമയവും ബിസിനസ്സിൽ ശ്രദ്ധിക്കുകയാണ് അദ്ദേഹം. ഇപ്പോൾ ശരിക്കും എൻ്റെ ബിസിനസ് MD ആണെന്ന് ദിയ വ്യക്തമാക്കുന്നു.